തൂക്കണ സമയത്ത് ഇതൊക്കെ പറിച്ച് കളഞ്ഞെങ്കിൽ നോക്കിയാണ് ഇവിടെ എന്തെങ്കിലും കയറി കിടന്നാൽ പോലും അറിയില്ല. ആരാ വിളിക്കുന്നു? ആര്? അറിഞ്ഞൂടാ. ഹലോ, ആ പ്രഭാര. ആഹാ, സന്തോഷം. ചിലവുണ്ടേ? അത് ശരി, അപ്പോൾ ചിലവ് കൂടും. ഇല്ല, ഞാനൊരു 10 മിനിറ്റ്, 10 മിനിറ്റിനകത്ത്. ശരി ശരി. നമ്മൾ പ്രഭാകരന്റെ മോള് പ്രസവിച്ച് പെൺകുഞ്ഞാ. അവിടെ അവനെ ഒന്ന് ആശുപത്രിയിലാക്കാനാണ് വിളിച്ചത് കേട്ടോ. ഞാൻ കൊണ്ടു. നമ്മുടെ മോളെ വിമലിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് 2 മാസം കഴിഞ്ഞു. ആരും ഒന്ന് തിരക്കുകയോ ഒന്ന് ഫോൺ ചെയ്യുകയോ പോലും ചെയ്തില്ല. എടി, അല്ലെങ്കിൽ തന്നെ അവളെ അടിച്ചിറക്കി വിട്ട് എന്ത് നന്നായെന്നറിയാമോ? അവൻ അന്വേഷിക്കേണ്ട ആരാ? വിവരല്ലേ? അവൻ നല്ലോണം നോക്കുന്നുണ്ട്. അവളുടെ സന്തോഷം കണ്ട. സത്യം പറഞ്ഞാ എനിക്കിപ്പം അവൻ മരുമകനല്ലടി, എന്റെ മോന. അതൊക്കെ ശരി തന്നെ. അവളുടെ മകന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്ന. ആ ഒരു സ്നേഹം പോലും ഇല്ലല്ലോ അവന്. അമ്മണി അമ്മയ്ക്ക് സ്നേഹം കിട്ടണമെങ്കിലേ അവരാവശ്യപ്പെട്ട് സ്ത്രീധനം കൊണ്ട് കൊടുക്കണം. എന്നാ പിന്നെ എന്റെ മോക്ക് പരമ സുഖമായിരിക്കും അവിടെ. അതിന് സ്ത്രീധനം എവിടെ ഇരിക്കുന്നു? നിന്നെ കെട്ടിയപ്പോഴേ 10 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. നീ പോയി നിന്റെ വീട്ടിൽ പോയി വാങ്ങിച്ചോണ്ടാ. പിന്നെ ആ വയസ്സാം കാലത്തല്ലേ സ്ത്രീധനം. ആരും കാണാതെ തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നേന്തിന്? എന്താണ് ഇവിടെ രാവിലെ തന്നെ തല്ലും പിടിയും തുടങ്ങിയ രണ്ടാളും? ഒന്നുമില്ല മക്കളെ, ഞാനും അമ്മയും കൂടെ പഴം പുരാണം പറഞ്ഞ് കളിക്കായിരുന്നു. അച്ഛാ, ഇന്നാണ് ശ്യാമയെ ഡോക്ടറിനെ കാണിക്കേണ്ട ദിവസം. ഒരു കാറ് വിളിച്ച് കൊണ്ടുപോയാൽ മതി. ഈ ഓട്ടയാകുമ്പം കുടുക്കമൊക്കെ ആണെങ്കിലേ. പിന്നെന്താ, അച്ഛൻ കാറും കൊണ്ട് ഹോസ്പിറ്റലിലെത്താം. മോനങ്ങത്തൂലേ? ഞാൻ എത്തിക്കാം. മോളെ കൊണ്ടാ ഞങ്ങൾ വരാം. ശരി ശരി ശരി. ഓക്കെ. പാവേട്ടൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇന്നലെ വീണേനെ ടൗണിൽ വെച്ച് കണ്ടത്ര. എന്നിട്ട് അവളെ നോക്കി ചിരിക്കുക പോലും ചെയ്തില്ലാന്ന്. അതും പറഞ്ഞ ഒരേ വിഷമായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ മോളെ. അമ്മണി അമ്മരല്ലേ മോള്. എന്റെ മോളെ വേദനിപ്പിച്ചവരാരായാലും അനുഭവിക്കുക ചെയ്യും. നീ ഇങ്ങനെ പ്രായിക്കൊണ്ട് ഇവിടെ നിന്നോ. എനിക്ക് വണ്ടി ഓട്ടോണ്ട് മാറി നിൽക്ക്. എന്താ അമ്മ കഴിക്കാൻ? ഉപ്പുമാവുണ്ട്. അയ്യേ, ഇന്ന് ഉപ്പുമാവോ? അപ്പം ഇടിയപ്പോ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഞാൻ ഇതേ ഉണ്ടാക്കിയോളൂ. ഇത് വേണേ കഴിച്ചാൽ മതി. അമ്മ എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? ഇതാകുമ്പോ ഭയങ്കര എളുപ്പമാണല്ലോ. അതെ, അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. നിനക്ക് ആവശ്യമുള്ള പോയി ഉണ്ടാക്കി കഴിക്കണം. 24 മണിക്കൂർ ഫോണിൽ നോക്കിയിരുന്ന കാര്യം നടക്കത്തില്ല. അമ്മ, ഈ ഫോണിൽ നോക്കിയിരിക്കുന്നതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ അമ്മ ഈ കാണിക്കുന്ന ദേഷ്യം എന്തിനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. രാവിലെ അടുക്കളയിൽ കയറിയതിന്റെ അല്ലേ? പാവ ഏട്ടത്തിയുള്ളപ്പോ ഒന്നും അറിയണ്ടായിരുന്നല്ലോ. അമ്മ ഓട്ടിച്ചു വിട്ടിട്ടല്ലേ. ഓ, ഒരു പാപം. നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് കൂടി. അല്ലെങ്കിൽ അമ്മ എന്തൊരു ദുഷ്ടത്യ അമ്മേ. ഒന്ന് ഗർഭിണിയാണെന്ന് പോലും നോക്കാതെയല്ലേ അതിനിട്ട് ഇവിടെ ഇട്ട് ഉപദ്രവിച്ച. ഓ, ഒരു ഗർഭിണി വേറെ ആരും ഗർഭം ഉണ്ടാക്കിയിട്ടില്ല. നീ അവളെ ഒട്ടും ദ്രോഹിച്ചിട്ടില്ല ഇല്ലയോ? നിന്റെ മുറിയിൽ മാട്ട മുഷിഞ്ഞ തുണി മൊത്തം കിടക്കുന്നു. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലേ? അമ്മ, എന്റെ കാര്യം അമ്മ തിങ്ക് ചെയ്യണ്ട. ഞാൻ നാളെ വേറൊരു വീട്ടിൽ പോയി താമസിക്കേണ്ടതാ. പക്ഷെ അമ്മയുടെ കാര്യം അതല്ല. അമ്മ അവരായിട്ട് ഇവിടെ താമസിക്കേണ്ടതാ. അതെ, എന്റെ കാര്യം എന്താന്നേ നിങ്ങളാരും നോക്കണ്ട. എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. അതൊക്കെ അവിടെ നിക്കട്ടെ. അടുത്ത ആഴ്ച എന്റെ ലാസ്റ്റ് സമ്മ ഫീസ് കൊടുക്കണം. അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. എന്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മണി അമ്മേ, അമ്മയുടെ അടവൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. പിന്നെ എന്തെങ്കിലും പറയുമ്പോ കണ്ണ് നിറച്ച് നിൽക്കാൻ ഞാൻ ശ്യാമയല്ല, വീണയാണ്. ഡേ, കൈനൂത്തറങ്ങ് തന്നാണ്ടല്ലേ അങ്ങ്. ഓ, നാളെ ഈ ഉപ്പുമാവൊന്നും ഉണ്ടാക്കാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ ടേസ്റ്റ്.
എടി നിന്റെ അമ്മ നിൽക്കുന്നു കലിപ്പാവൂ. ഇല്ല ഇല്ല, ഞാൻ വിളിക്കാൻ തന്നെ. ശരി. ആരടിയത്? അതെന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് പറയുമ്പോ കൂടെ പഠിച്ചതാ? കൂടെ പഠിച്ചാൽ മാത്രമേ ഫ്രണ്ട് ആവുള്ളൂ. നീ അവൻ്റെ കൂടെ ബൈക്കിൽ വരുന്നതേ ജംഗ്ഷനിലുള്ളവരും നാട്ടുകാരും ഒക്കെ കണ്ടു കാണത്തില്ലേ? ഇപ്പൊ കണ്ട എന്താ അമ്മേ? അതെ, നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു പെണ്ണാണ്. അത് വല്ലവൻ്റെ കൂടെ ബൈക്കിൽ വരുന്നതേ നാട്ടുകാർ കണ്ട അധികം പറഞ്ഞുണ്ടാക്കത്തില്ലേ? ഞാനിപ്പോ നാട്ടുകാരെ ചെലവിലാണോ ജീവിക്കുന്നത്? അതെ, എന്റെ ചെലവിൽ കഴിയുമ്പോഴേ ഞാൻ പറയുന്ന കേൾക്കണം നീ. അല്ല, അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ അവന്റെ കൂടെ വന്നതാണോ അതോ എന്റെ കല്യാണമാണോ? അത് ആനന്ദ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏതായാലും ഒരു കാര്യം, ഞാൻ അവനോട്ട് ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. മാനയായിട്ട് കെട്ടിച്ചു വിടണം. അതെ, ആ ബുദ്ധി നിന്റെ മനസ്സിൽ വെച്ചാ മതി. എങ്കിൽ അമ്മ ഒരു കാര്യം കേട്ടോ, ഇപ്പൊ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഞാൻ അവനെ രജിസ്റ്റർ മാരേജ് ഈ വീട്ടിൽ തന്നെ ഒന്ന് താമസിക്കും. നോക്കിക്കോ. എന്താ കൊറേ നേരമല്ലോ കിടന്ന് ചുമക്കാൻ തുടങ്ങിയിട്ട്? അമ്മ ആരെടുത്ത ഈ വാശി കാണിക്കുന്നേ? അതെ, എനിക്ക് ഭയങ്കര കുളിരും പനും. അടുക്കളയിൽ ഇച്ചിരി പൊടിയിൽ ഇരിപ്പിടിച്ച് കഞ്ഞി വെച്ചതാ. എനിക്ക് ഇനി രാത്രി പൊടിയറിക്കഞ്ഞി ഒന്നും വെക്കാൻ വയ്യ. വേണമെങ്കിൽ ബ്രെഡും എടുത്തു തരാം. അമ്മ വാശി പിടിക്കാൻ നാളെ വല്ല ഡോക്ടറെയും പോയി കാണാൻ നോക്ക്. ഇത് പൊടിയരിക്കഞ്ഞി കുടിച്ചാലൊന്നും മാറുന്ന ഫീവർ അല്ല, വല്ല വൈറൽ ഫീവറും ആയിരിക്കും. എത്ര പറയാനാ? അമ്മേ ഇതാ എന്തുപടി? അത് ഉപ്പൊന്നും ഇല്ലല്ലോ. അമ്മ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നമ്മേ. അത് അമ്മയ്ക്ക് പനി ആയതുകൊണ്ടേ വായിക്ക് രുചിയില്ലാത്തോണ്ട് തോന്നണതാ. അതെ, നീ ഇനി കഞ്ഞി ഉണ്ടാക്കി തന്നെ പറഞ്ഞോണ്ടേ എന്നെ നീ പഠിപ്പിക്കാൻ വരില്ലേ? ഇതാ, എനിക്ക് വേണ്ട, നീ കൊണ്ടുപോ. എന്നാ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കൊണ്ടുവരട്ടെ? അമ്മ ഭക്ഷണം കഴിക്കാണ്ടിരിക്കല്ലേ, തളർന്നു പോവില്ലേ ശരീരം? എനിക്ക് ശരീരം തളർന്നു പോയാലോ ക്ഷീണം വന്നാലേ എന്റെ മോൻ എന്നെ ആശുപത്രി കൊണ്ടു. നീ കൊണ്ടുപോ. എന്റെ കഞ്ഞി വേണ്ട, ഒന്നും വേണ്ട. അമ്മ മരുന്ന് കഴിക്കാനുള്ളതാ, കുറച്ചെങ്കിലും കഴിക്കേ. ഞാൻ ഉപ്പിട്ടിട്ട് വരാം. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഒന്ന് അറിയിപ്പോടി എന്റെ മുറിയിൽ. ഓ, ഇവിടെ പൂങ്കണ്ണീര് ആണ് മാശൂലം പിടിച്ചത്. കണ്ടാലേ എനിക്ക് അസുഖം കൂടും. ഈ മരുന്ന് എന്റെ മോള് പ്രസവിച്ചല്ലേ? പ്രസവിച്ചു. കുട്ടി എന്ത്? ആൺകുഞ്ഞ. സുഖപ്രസവമായിരുന്നു. സുഖപ്രസവം. ശരി. ഞങ്ങളെ പ്രാർത്ഥന കൊണ്ട് ഒരു അമ്പോറ്റി മോനെ തന്നെ കിട്ടി. അതാണ്. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാലേ അവരെ കെട്ടിച്ചുവിടാനും സ്ത്രീധനം കൊടുക്കാനൊന്നും ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ടവർക്ക് പറ്റുമോ?
ഞാൻ ഒന്നും ചെയ്തില്ല. ഒരു തീ വെട്ടി ഇറങ്ങി പോയതോടെ എല്ലാം നശിച്ച്. എന്റെ കുഞ്ഞിനെ പോലെ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലേ? അവിടെ അച്ഛൻ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന അവള് പ്രസവിച്ചെന്ന് പറഞ്ഞു. എന്നോടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ല. ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ച് എന്റെ മക്കൾക്ക് ഇങ്ങനെ ആയതോ. എല്ലാം നശിച്ചു പോയല്ലോ എന്റെ ദൈവമേ. അമ്മ ചേട്ടത്തിനെ ദ്രോഹിച്ചെന്നെ നമ്മളെ അനുഭവിക്കുന്നു. അവര് പോയതിനു ശേഷം ഇതൊരു വീടേ അല്ല. നമുക്ക് അവരെ പോയി കാണാം അമ്മ. വേണ്ട, ഞാൻ അവനെ പ്രസവിച്ച അവന്റെ അമ്മയോ ഞാന്. അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ഇല്ല അമ്മ, നമുക്ക് അവരെ പോയി വിളിച്ചോണ്ട് വരാം അമ്മ. അമ്മ പ്ലീസ് അമ്മ, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് ആരെയും കാണണ്ട. നിന്നെ കൊണ്ട് കറുപ്പ് മൂടി. നീ എല്ലാം കണക്കാ. ഹായ് ഉണ്ണിയപ്പോ. എന്താ മോളെ, ഈ വീട്ടിൽ വേറെ ആരും പണിയല്ലേ? കാണാൻ വന്ന അച്ഛൻ പലകാരം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. എനിക്ക് തരാനുള്ള സ്ത്രീധനം വല്ലതും കൊണ്ടുവന്നോ? അമ്മ അച്ഛനോട് കുറച്ച് മര്യാദക്ക് സംസാരിച്ചൂടെ? ഞങ്ങക്ക് പണത്തിന് മാത്രമേ കുറവുള്ളൂ, അന്തസ്സിന് കുറവൊന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് തന്നെ അച്ഛനെ പോലെ ഇവിടെ ഇറങ്ങിക്കോണം. ആട്ടി ഇറക്കണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം. നിങ്ങളൊരു നെറുകെട്ട സ്ത്രീ ആയി പോയല്ലോ. പ്രസംഗിക്കാതെ അച്ഛൻ വിമലേട്ടനോടൊന്ന് പറയണ്ടേ? ഇറങ്ങിപ്പോയി. മോളെ, വിരുന്നുകാരുണ്ടേ? എനിക്ക് അങ്ങോട്ട് വരാമോ ശാമ്മയുടെ അച്ഛ? എന്ത് വർത്തമാനോ അമ്മണിയമ്മേ, അങ്ങനെ പറയാൻ പാടില്ലല്ലേ. എന്റെ വിമലിന്റെ അമ്മേ, ഞങ്ങളൊന്നും അത്രക്കാരൊന്നുമല്ല. ധൈര്യമായിട്ട് കയറുക. ഹോസ്പിറ്റലിൽ വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. പക്ഷെ കാണാതായപ്പോൾ മനസ്സിലായി, വീട്ടിൽ നിന്ന് മാത്രമല്ല മനസ്സിൽ നിന്നും പുറത്താക്കി. അങ്ങനെയൊന്നും പറയരുതേ മോനെ. അതിനെന്താ, 2 ദിവസം താമസിച്ചാലും വന്നല്ലോ. ഇനി പഴം കഥകളൊന്നും പറയാൻ നിൽക്കണ്ട, അകത്തൊരു കയറിക്കേ. മോനെ കാണണ്ടേ? അതിനു മുമ്പ് എന്നെ ശ്യാമമോളെ ഒന്ന് കണ്ടാൽ മതി. മോളെ മോളെ അറിഞ്ഞില്ല മോളെ, ശ്രീധനത്തേക്കാൾ വലുത് മോളെന്ന് ധനമാണെന്ന്. അമ്മയ്ക്ക് മനസ്സമാധാനം ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? എന്റെ മോള് ക്ഷമിക്കണേ മോളെ. എന്തായാലും എന്നെ എന്റെ കുഞ്ഞിനെ കാണാൻ വന്നല്ലോ, എനിക്ക് സന്തോഷായി. കുഞ്ഞെവിടെ മോളെ? ഉറങ്ങ, പാല് പിടിച്ചിട്ട് നല്ല ഉറക്ക. എപ്പോഴും ഉറക്കുന്നുണ്ട് അവന്. എന്നെ പോലെ തന്നെ ഇല്ലേ? ഭയങ്കര സന്തോഷായി മാമ. വിമലേട്ടാ ഇല്ല,